നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു നിയമങ്ങളുടെ പുസ്തകമല്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും ഒരുപോലെ രൂപപ്പെടുത്തുന്ന ഒരു വലിയ ബ്ലൂ പ്രിന്റ്. ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കൂ. 140 കോടി ജനങ്ങൾ, ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ, പലതരം ഭാഷകൾ, വിശ്വാസങ്ങൾ. ഇത്രയധികം വൈവിധ്യമുള്ളൊരു രാജ്യത്തെ എങ്ങനെയാണ് നമ്മൾ ഒരൊറ്റ ചരടിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമിതാണ്. ലോകത്തിലെ ഏറ്റവും വലുതും വിശദവുമായ എഴുതപ്പെട്ട ഒരു ഭരണഘടന. നമുക്കിതിനെ രാജ്യത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് തന്നെ വിളിക്കാം. ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് ഒരു പ്ലാൻ വേണ്ടേ? അതുപോലെ ഇന്ത്യ എന്ന ഈ മഹത്തായ രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വരച്ചു കാണിക്കുന്ന ഒരു രൂപരേഖയാണിത്. ശരി, നമുക്ക് ഈ ബ്ലൂ പ്രിന്റിന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏതൊരു വലിയ കാര്യത്തിനും ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് ഉണ്ടാകുമല്ലോ, അല്ലേ? അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ പിന്നിലെ ആ മഹത്തായ ദർശനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു പുസ്തകത്തിനും ഒരു ആമുഖമുള്ളതുപോലെ ഭരണഘടനയ്ക്കും ഒന്നുണ്ട്. പ്രിയാമ്പിൾ എന്ന് നമ്മൾ പറയുന്ന ഈ ആമുഖമാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം എങ്ങനെയുള്ളതായിരിക്കണം, എന്തൊക്കെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണത് നിലകൊള്ളേണ്ടത് എന്നെല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ രാഷ്ട്രത്തെ നിർവചിക്കുന്ന 5 അടിസ്ഥാന ശിലകളാണിത്. 1. പരമാധികാരം, അതായത് ഇന്ത്യയുടെ കാര്യങ്ങളിൽ പുറത്തുനിന്ന് ആർക്കും ഇടപെടാൻ അധികാരമില്ല. 2. സോഷ്യലിസ്റ്റ്, എല്ലാവർക്കും തുല്യമായ സാമ്പത്തിക അവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം. 3. മതേതരം, അതായത് രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. പിന്നെ വരുന്നു ജനാധിപത്യം, ജനങ്ങൾ ഭരിക്കുന്നത്. അവസാനം റിപ്പബ്ലിക്, അതായത് നമ്മുടെ രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കും. ഈ 5 വാക്കുകളിലാണ് ഇന്ത്യയുടെ അടിത്തറ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ അടിസ്ഥാന തത്വങ്ങളിലൂടെയെല്ലാം നമ്മൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? ഓരോ പൗരനും നീതി ഉറപ്പാക്കുക. അത് സാമൂഹികമായാലും സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും. ചിന്തിക്കാനും സംസാരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക. എല്ലാവർക്കും തുല്യമായ പദവിയും അവസരങ്ങളും കൊടുക്കുക. പിന്നെ രാജ്യത്തെ എല്ലാ ജനങ്ങളും തമ്മിൽ ഒരു സാഹോദര്യം വളർത്തുക. ഇതാണ് ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം. ശരി, ആ മഹത്തായ കാഴ്ചപ്പാടിൽ നിന്ന് ഓരോ പൗരനും ഈ രൂപരേഖ എന്തുറപ്പാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് വെറും തത്വങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ചില വാഗ്ദാനങ്ങൾ കൂടിയാണ്. ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും പ്രധാനപ്പെട്ട 6 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഈ നമ്പർ ഓർത്തു വെച്ചോളും, കാരണം ഇതാണ് നമ്മുടെ എല്ലാം ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ ആണിക്കല്ല്. ഇതാണ് ആ 6 അവകാശങ്ങൾ. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമത്വം മുതൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം വരെ. ഇതൊക്കെ ഒരു പൗരന് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ അത്യാവശ്യമാണ്. ഓർക്കുക, ഇതൊന്നും ഒരു സർക്കാരും നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് ഭരണഘടന തന്നെ നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. ഈ അവകാശങ്ങളിൽ ഏറ്റവും ശക്തമായത് ഒരുപക്ഷേ 6ാമത്തേതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ മറ്റേതെങ്കിലും മൗലികാവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് അത് തിരികെ നേടാൻ സഹായിക്കുന്ന ഒരു രക്ഷാകവചമാണിത്. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഇതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. അപ്പോ അവകാശങ്ങൾ മാത്രമല്ല, നമുക്ക് ചില കടമകളുമുണ്ട്. മൗലിക അവകാശങ്ങൾ രാഷ്ട്രം നമുക്ക് നൽകുന്ന ഉറപ്പുകളാണ്. അതേസമയം മൗലിക കർത്തവ്യങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ രാജ്യത്തോട് ചെയ്യേണ്ട ധാർമ്മികമായ കടമകളാണ്. അവകാശങ്ങൾ കോടതി വഴി നമുക്ക് നേടിയെടുക്കാം, പക്ഷേ കടമകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആശയങ്ങളും അവകാശങ്ങളും മാത്രമല്ല, ഈ വലിയ രാജ്യത്തെ ഭരിക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. ഒരു വലിയ കെട്ടിടത്തിന് തൂണുകളും മുറികളും ഉള്ളതുപോലെ നമ്മുടെ രാഷ്ട്രത്തിനും അതിൻ്റേതായൊരു ഘടനയുണ്ട്. ഇന്ത്യയുടെ ഭരണ സംവിധാനം പ്രധാനമായും 3 തട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രതിരോധം, വിദേശകാര്യം പോലുള്ളവ നോക്കാൻ ഒരു കേന്ദ്ര സർക്കാർ. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രാദേശിക കാര്യങ്ങൾക്കായി സംസ്ഥാന സർക്കാരുകൾ. പിന്നെ ഏറ്റവും താഴെത്തട്ടിൽ നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. കേന്ദ്രതലത്തിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പാർലമെന്റ്, CAG എന്നിങ്ങനെ ഓരോരുത്തർക്കും വ്യക്തമായ ചുമതലകളുണ്ട്. ഈ സംവിധാനമാണ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. കേന്ദ്രത്തിൽ നമ്മൾ കാണുന്ന ഈ ഘടനയുടെ ഒരു ചെറിയ പതിപ്പ് ഓരോ സംസ്ഥാനത്തും നമുക്ക് കാണാൻ പറ്റും. അവിടെ രാഷ്ട്രപതിക്ക് പകരം ഗവർണറും, പ്രധാനമന്ത്രിക്ക് പകരം മുഖ്യമന്ത്രിയും, പാർലമെന്റിനു പകരം സംസ്ഥാന നിയമസഭയും പ്രവർത്തിക്കുന്നു.
ഒരു രൂപരേഖയുണ്ടായാൽ മാത്രം പോരല്ലോ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നതും വളരെ പ്രധാനമാണ്. നമുക്ക് ഭരണഘടനയുടെ പ്രവർത്തന രീതികളിലേക്കൊന്ന് നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങളെ വളരെ വ്യക്തമായി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. രാജ്യരക്ഷ, റെയിൽവേ പോലുള്ള ദേശീയ വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലും പോലീസ്, കൃഷി പോലുള്ള പ്രാദേശിക വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് വരുന്നത്. വിദ്യാഭ്യാസം, വനം പോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കാവുന്ന വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണത്തിനു പുറമെ തിരഞ്ഞെടുപ്പുകൾ നീതിയുക്തമായി നടത്താൻ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സാമ്പത്തിക കാര്യങ്ങൾക്കായി ഒരു ധനകാര്യ കമ്മീഷൻ, സർക്കാർ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, എങ്ങനെ രാജ്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഒരുപാട് സ്വതന്ത്ര സ്ഥാപനങ്ങളെക്കുറിച്ചും ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ രൂപരേഖ എഴുതിയ കാലത്ത് ഉറച്ചുപോയ ഒന്നല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. 100-ലധികം തവണ, അതെ 100-ലധികം തവണ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കാലത്തിനനുസരിച്ച് സമൂഹം മാറുമ്പോൾ ഭരണഘടനയും അതിനൊപ്പം മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണിതെല്ലാം. മിനി ഭരണഘടന എന്ന് വിളിക്കപ്പെട്ട 42ാം ഭേദഗതി മുതൽ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകിയ ഭേദഗതികൾ, വിദ്യാഭ്യാസത്തെ ഒരു മൗലികാവകാശമാക്കിയത്, പിന്നെ രാജ്യത്തെ നികുതിഘടനയെ മാറ്റിമറിച്ച GST വരെ ഓരോ ഭേദഗതിയും രാജ്യത്തിന്റെ വളർച്ചയുടെ ഓരോ നാഴികക്കല്ലുകളാണ്. നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വെറുമൊരു പഴയ പുസ്തകത്തിലെ അക്ഷരങ്ങളല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് മാത്രമല്ല, അത് കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കുന്ന, വളരുന്ന ഒരു ജീവനുള്ള രേഖയാണ്. അത് പൗരന്റെ അവകാശങ്ങളെയും കടമകളെയും ഭരണകൂടത്തിന്റെ അധികാരങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. 1950-ൽ തയ്യാറാക്കിയ ഈ രൂപരേഖ ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇന്ത്യയെയും നയിക്കുന്നു. എന്നാൽ നാളത്തെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? മാറുന്ന ലോകത്തിനനുസരിച്ച് ഈ ജീവിക്കുന്ന രേഖയിൽ അടുത്തതായി വരേണ്ട മാറ്റം എന്തായിരിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.